കർണാടക ചീഫ് ജസ്റ്റിസ് പി.ഡി. ദിനകരനെ സുപ്രീം കോടതി ജഡ്ജിയാക്കേണ്ടെന്ന് സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ദിനകരനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ അധ്യക്ഷനായ കൊളീജിയത്തിന്റെ തീരുമാനം. വിവിധ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ദിനകരനെതിരെ ആരോപണമുയർന്നത്. തിരുവള്ളൂർ ജില്ലയിലെ അനധികൃത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ദിനകരനെതിരെ ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. വോട്ടുവണ്ടികൾ യാത്ര തുടരുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന മുഖ്യ ഘടകങ്ങളിലൊന്നായി മാറുകയാണ് എറണാകുളം മണ്ഡലത്തിലെ വല്ലാർപാടം ദ്വീപ്. എന്നാൽ മണ്ഡലത്തിൽ പ്രാദേശിക വികസനം ഏറ്റവും കുറഞ്ഞ പ്രദേശവും ഇതുതന്നെ. കണ്ടെയ്നർ ടെർമിനൽ പ്രദേശത്തുകൂടി വോട്ടുവണ്ടി യാത്ര ചെയ്യുന്നു. വോട്ടുവണ്ടി ഇപ്പോൾ നിൽക്കുന്നത് വല്ലാർപാടത്താണ്. രാജ്യത്തിന്റെ തന്നെ വികസന ഭൂപടത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ ചെറിയ ദ്വീപ്. കാരണം മറ്റൊന്നുമല്ല, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയുടെ വരവാണ്. പദ്ധതിയുടെ പണി അതിവേഗത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് പിന്നിൽ കാണാം പദ്ധതിയുടെ ഭാഗമായുള്ള റെയിൽവേ പാലം. രാജ്യത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം എന്നൊരു പ്രത്യേകത കൂടി വല്ലാർപാട പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പാലത്തിനുണ്ട്. പക്ഷേ പദ്ധതിക്കൊപ്പം തന്നെ ഇവിടെ മറ്റു പല വിഷയങ്ങളും ഉയർന്നു വന്നിരിക്കുന്നു. പദ്ധതി വരുന്നത് കൊണ്ട് പ്രദേശവാസികൾക്ക് എന്ത് പ്രയോജനം? തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയവും അതുതന്നെയാണ്. ജനങ്ങളിലേക്ക് ചെല്ലുന്നു വോട്ടുവണ്ടി. വല്ലാർപാടത്ത് വലിയ വികസന പദ്ധതികൾ വരെയാണ്. ഇത് നാട്ടുകാർക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനം ചെയ്യുന്നത്? നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും വികസനം വരുമ്പോൾ നാട്ടുകാർക്കും കൂടി അതിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ അവരും കൂടി ആകുമല്ലോ. ആ നിലക്ക് നാട്ടുകാർക്കും ഗുണമുള്ള കാര്യങ്ങളാണ്. പഴയൊരു സൗഹൃദം നഷ്ടപ്പെട്ടു വരുന്നു. ആ ഗ്രാമത്തിനുണ്ടായിരുന്ന നേരത്തെ ബോട്ടിന് ഞങ്ങൾക്ക് പോകാമായിരുന്നു. ആ ബോട്ടിൽ കൂടെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നടക്കുന്ന ജനനവും മരണവും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നെങ്കിൽ ഇന്നൊരു അർബനൈസേഷൻ പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ആ കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. അതുപോലെ ഇവിടുന്ന് ഈ റോഡ് കഴിഞ്ഞാൽ പിന്നെ വീതി കൂടിയ ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും വീതി കൂടിയ റോഡല്ലാതെ വേറൊരു വഴിയും അങ്ങോട്ടില്ല. അപ്പം അത്തരം പ്രദേശങ്ങൾ, വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴിയുണ്ടാകണം. ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ ഈ വികസനമെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉപ്പുവെള്ളത്തിൻ്റെ കെടുതി അനുഭവിക്കപ്പെടും. വല്ലാർപാടം പനമ്പാട് പ്രദേശം 3.5 കിലോമീറ്റർ വരുന്നതിനും ഒരു ഉദ്ദേശം 1.5 കിലോമീറ്റർ വീതിയും വരുന്ന ഈ പ്രദേശത്തിനകത്ത് ഇവിടെ ഒരു റിംഗ് ബണ്ട് റോഡ് അനിവാര്യമാണ്. എങ്ങും പോകാൻ ഞങ്ങൾക്കൊരു വഴിയില്ല. ഞങ്ങൾക്ക് ഈ 3 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥികളെ കൊണ്ട്, മന്ത്രിനെ കൊണ്ട്, കളക്ടറെ കൊണ്ട് ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ ആധാരം കിട്ടിയച്ചാൽ മതി ഞങ്ങൾക്ക്. നാടിന്റെ വികസനത്തിന് വൻ പദ്ധതികൾ അനിവാര്യമാണ്. പക്ഷേ ഈ വൻ പദ്ധതികളുടെ പ്രയോജനം പ്രദേശവാസികൾക്ക് കൂടി ഉണ്ടാവണം. അത്തരത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിനായിരിക്കും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്.